കയ്യിലേ കുറച്ച് കാർഡ്ബോർഡ് എടുക്കാണ്ടാകോ? എന്നാ വേഗം എടുത്തിട്ട് പോരെ. കാർഡ്ബോർഡ് എടുക്കുക, ഇതേപോലത്തെ ഒരു 3 പീസ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു 3 സ്ക്വയർ ഷേപ്പും കട്ട് ചെയ്തെടുക്കുക. പിന്നെന്താ, അത് വൈറ്റ് പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുക. ഇപ്പൊ തന്നെ ഏറെക്കുറെ ആൾക്കാർക്കൊക്കെ മനസ്സിലായി കാണും എന്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോണെന്നുള്ളത്. വേറൊന്നുമല്ല, ഒരു നോട്ട്ബുക്ക് ഓർഗനൈസർ ആണ്. എന്തായാലും ഇപ്പോൾ അടച്ച ബുക്കൊക്കെ തുറക്കാനുള്ള സമയമായില്ല, അതൊക്കെ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്ത്. ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു എസ്തെറ്റിക് ആയിട്ടുള്ള ഡെസ്ക് ഡെക്കോറും യൂസ് ചെയ്യാം. നമുക്ക് 0 ബഡ്ജറ്റിൽ ഒരു അടിപൊളി എസ്തെറ്റിക് ആയിട്ടുള്ള ഡെസ്ക് ഡെക്കോർ സീരീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ആക്കിയാൽ മതി. നമുക്ക് ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാം. എസ്തെറ്റിക് ആവണല്ലോ, അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് ഞാൻ വൈറ്റ് പേപ്പർ കൊണ്ടാണ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ള രീതിയൊക്കെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടിയിൽ വെച്ച് ആ ഒരു മെയിൻ ആയിട്ടുള്ള കാർഡ്ബോർഡ്, അതിന്റെ അടിയിൽ വീഡിയോയിൽ കണ്ട പോലെ ആ ഒരു വീതിയിൽ കുറച്ച് പേപ്പേഴ്സ് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളെ ബാക്കി കാർഡ്ബോർഡ്സ് ഒക്കെ അതിന്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ വെച്ചിട്ട് എല്ലാത്തിന്റെ അടിയിലൊന്ന് ക്ലിപ്പ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ആ ഒരു ഹോളുകൾ കണ്ടോ, ജസ്റ്റ് ഒരു പണിവാളി. നിങ്ങളത് ഇതേപോലെ പണിവാളാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെയൊക്കെ കറക്റ്റ് മെഷർമെന്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നോക്കി കറക്റ്റ് മെഷർമെന്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പണി പാളാനുള്ള ചാൻസ് കുറവാകും. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു 3 പീസില്ലേ, അതിൽ 2 യൂസ് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി ഒന്ന് ഇതുപോലെ ഒന്ന് സെന്ററിൽ വെച്ചെടുത്താൽ നമ്മുടെ നോട്ട്ബുക്ക് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, ഒന്ന് ഓർഗനൈസ് ചെയ്തൊക്കെ അല്ലേ. പിന്നെ നേരെ എടുത്തിട്ട് കുറച്ച് നോട്ട്ബുക്ക് ഒക്കെ വെച്ച് വെക്കാം. പിന്നെ ഞാൻ അധികം അലങ്കോലാക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തത് എസ്തെറ്റിക്, രണ്ടാമത്തത് വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചെയ്യാലോ. അതുകൊണ്ടാട്ടോ അധികം അലങ്കോലാക്കാത്തത്. പിന്നെന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാം. മാത്രമല്ല ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളി. ഡെസ്ക് ഡെക്കോർ സീരീസിന്റെ കാര്യം മറക്കാതെ കമന്റ് ആക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.